ത്രിയേക ദൈവത്തിൻ്റെ വന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. മനുഷ്യജീവിതത്തിൻ്റെ മൂലപാഠവും ബാലപാഠവുമാണിത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇത് തന്നെ കർത്താവും പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എൻ്റെ കൽപ്പന. സ്നേഹത്തിൽ കാപട്യമില്ല, വഞ്ചനയില്ല, സ്വാർത്ഥതയില്ല, അലസതയില്ല, അഹങ്കാരമില്ല, അഹന്തയുമില്ല. അത് പൗലോസ്ലീഹായും വിശദീകരിക്കുന്നുണ്ട്. സയൻസ് വിശദീകരിക്കുന്ന ക്വാണ്ടം ബാലപാഠത്തിൻ്റെ പാഠാവലി പഠിച്ചാൽ സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. പ്രകാശം എന്ന് പറയുമ്പോൾ നാം ധരിക്കുന്നത് വെളിച്ചത്തിൻ്റെ ഒരു ഒഴുക്ക് എന്നാണ്. എന്നാൽ ക്വാണ്ടം തിയറി പഠിപ്പിക്കുന്നു, പ്രകാശത്തിൻ്റെ ചെറിയ ചെറിയ കണികകൾ ഒന്നിച്ചൊഴുകുമ്പോൾ വേർപെട്ട് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് കണികകളെ വേർതിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. യഥാർത്ഥത്തിൽ അവ ചെറിയ ചെറിയ കണികളുടെ സമാഹാരമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവരുടെ തിയറിയിൽപ്പെട്ടതാണിത്. ജലത്തിനും ഇത് തന്നെയാണ് അവസ്ഥ. നാം കാണുന്ന അരുവികൾ, പുഴകളും ചെറിയ ചെറിയ ജലകണങ്ങളുടെ അല്ലെങ്കിൽ ജലതന്മാത്രകളുടെ സമാഹാരമാണ്. ഈ പുതിയ നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടെത്തിയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഇത് കുറിച്ചിട്ടുണ്ട്. ചാറൽ മഴയിലെ തുള്ളികളും മഞ്ഞു തുള്ളികളും പലതായിരിക്കുന്നുവെങ്കിലും ഒന്നിച്ചു കൂടുമ്പോൾ തോടായും പുഴയായും കടക്കുവാൻ പാടില്ലാത്ത നദിയുമായി തീരുന്നുവെന്ന്. പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. പല വായിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ബലത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഇത് പറയുന്നത്. തേനും തേനീച്ചയും റാണിയും ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യമത്യത്തോടെ യാചിക്കുന്നത് ലഭിക്കുമെന്ന്. സ്നേഹമുള്ളിടത്ത് ദൈവം ഉണ്ടാവുകയുള്ളൂ, അവിടെ ഐക്യമത്യം ഉണ്ടാവും. ശാന്തമായി ഒഴുകുന്ന ജലത്തിൽ കലവിലാശബ്ദം ഉണ്ടാക്കുന്നത് അതിൽ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന കല്ലും കഷ്ണങ്ങളാണ്. ശാന്തമായി സ്നേഹമായി ദൈവവുമായി ചേർന്ന സ്നേഹത്തിൻ്റെ ഒരു അരുവിയായി പോയതാണ് ഏദനിലെ ജീവിതം. അവിടെ കലവിലാശബ്ദം ഉണ്ടാക്കിയത് സാത്താനാണ്. അവൻ ഇന്ന് ആത്മീയ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും രാഷ്ട്രത്തിലും തുഴഞ്ഞു കയറി ചില മനുഷ്യരിലൂടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അത് നമ്മിലൂടെ ആകാതിരിപ്പാൻ നാം പ്രത്യേകം ജാഗരൂകരാകണം. പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.